വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായി റാത്തല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ ഒരു റമദാനും കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചല്ലേ. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് റമദാനുകളെ വരവേൽക്കാനും സ്വാഗതം ചെയ്യാനും വേണ്ട പോലെ ഉപയോഗപ്പെടുത്താനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമദാനിലെ എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കേൾക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നതിനെയും നിങ്ങൾ കേൾക്കുന്നതിനും അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നും ഒരു ചെറിയൊരു അറിവ് പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ബുഖാരി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും രണ്ട് മഹത്തായ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നഷ്ടപ്പെടുത്തി പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഏറ്റവും നല്ല രണ്ട് അനുഗ്രഹങ്ങൾ നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും എന്താക്കുന്നുണ്ട്, നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എന്ന നിലക്ക് പറയുന്നുണ്ട്. എന്താണ് ആ രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയവുമാണ്. അള്ളാഹു താല നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ആരോഗ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അള്ളാഹു താലയെ ശുക്ർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹു താല നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നൊന്ന് എന്നുള്ളത് ഒഴിവ് സമയമാണ്. നമ്മൾക്ക് ഒരുപാട് ഒഴിവ് സമയങ്ങൾ ലഭിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒഴിവ് സമയങ്ങളെ വേണ്ട പോലെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മളെന്താ ചെയ്യുന്നത്? ഒഴിവ് സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഫോണും റീൽസ്, ഷോർട്സ്, ഇൻസ്റ്റഗ്രാം അതേപോലെ ആയിട്ട് നഷ്ടപ്പെടുത്തി കളയാണ് ആ സമയങ്ങൾ. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അൽ അമീൻ പറഞ്ഞത്, നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. കാരണം ആ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങളിൽ എന്താക്കാൻ ചിലവഴിക്കാൻ പറ്റുന്നതാണ്. ഖുർആൻ ഓതുക, സിക്ർ പറയുക, നിസ്കരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തിൽ ഏർപ്പെടുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താനും. എന്തായാലും ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പഠിക്കുന്ന ഓരോ ദിവസം കേൾക്കുന്ന അറിവുകളനുസരിച്ച് ജീവിതത്തിൽ പുലർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസീകും ബിദ്ദുആ.